ഇന്നത്തെ എപ്പിസോഡിൽ രേവതി അനിയന്റെ കള്ളത്തരങ്ങളെല്ലാം സച്ചി കാണിച്ചു കൊടുക്കാതെ തന്നെ തിരിച്ചറിയുന്നുണ്ട്. അത് മാത്രമല്ല, ചന്ദ്രമതിക്ക് സച്ചിയോടുള്ള സ്നേഹത്തിന്റെ ആഴവും ഇന്നത്തെ എപ്പിസോഡിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ചന്ദ്രമതി എത്രത്തോളം സച്ചിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഈ എപ്പിസോഡിൽ വ്യക്തമാണ്. ആദ്യം തന്നെ കാണിക്കുന്നത് സമയം ഒരു 11 മണിയായിട്ടും രാത്രി ടെറസിൽ സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കമില്ലാതെ നടക്കുന്നതാണ്. ആ സമയം 11 മണി കറക്റ്റ് ആകുന്നത് ക്ലോക്കിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയും രവിയും ഉറങ്ങുന്ന മുറിയാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റ പാടെ തന്നെ എന്തൊക്കെയോ വിമിഷ്ടം പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. രവിയേട്ടാ ആ എന്താ ചന്ദ്രേ, മര്യാദയ്ക്ക് ഉറങ്ങാനും നീ സമ്മതിക്കില്ലേ? എന്റെ രവിയേട്ടാ, ആ വെള്ളം ഒന്ന് എടുത്തു തന്നെ, എന്നിട്ട് നിങ്ങൾ ഉറങ്ങിക്കോ. അല്ല ഇതില് വെള്ളമൊന്നും ഇല്ലല്ലോ. വെള്ളം ഇല്ലേ? ഇനിയിപ്പൊ താഴെ പോയി എടുത്തോണ്ട് വരണം. ഇതൊക്കെ കിടക്കുന്ന സമയത്ത് നോക്കണ്ടേ ചന്ദ്രേ? രവിയേട്ടൻ കിടന്നോ, ഞാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാം. ശരി. അങ്ങനെ ചന്ദ്രമതി ജഗ്ഗുമായിട്ട് താഴോട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ പോകുന്ന സമയത്താണ് ടെറസ് തുറന്നിട്ടിരിക്കുന്നത് കാണുന്നത്. ഇതെന്താ ഈ ഡോർ തുറന്നിട്ടിരിക്കുന്നത്? ആ സച്ചി അവസാനം അടിച്ചില്ലെന്നാ തോന്നുന്നത്. ഇനി കള്ളന്മാരെങ്ങാൻ കയറി കഴിഞ്ഞാൽ വർഷമോളുടെ ശ്രുതിമോളുടെ അടുത്ത് ഒരുപാട് വില മതിക്കുന്ന ആഭരണങ്ങൾ ഉള്ളതാ. അവർക്ക് പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. കാശിന് ഗതിയില്ലാത്ത ഇറ്റിങ്ങൾ. കഴുത്തി കിടക്കുന്ന 1 പവന്റെ ചെയിനല്ലേ അത്. ഇനിയിപ്പോ പോയാലും വലിയ തരക്കേടൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും രണ്ടും കൽപ്പിച്ച് ഡോറ് തുറന്നിട്ടത്. ഇതും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ഡോർ അടിക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്താണ് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുന്നത്. സച്ചിയല്ലേ ഇത്? ഇവനിതുവരെ ഉറങ്ങിയില്ലേ? ഇപ്പൊ ഭാര്യയായിട്ട് ഉടക്കിലാണല്ലോ. അപ്പൊ പിന്നെ തെറ്റിപ്പിരിഞ്ഞ് ടെറസിൽ കിടക്കാന്ന് കരുതി കാണും. കിടന്നിട്ട് ഉറക്കം വന്നു കാണില്ല. എന്തായാലും അവരെ മനസ്സിനൊന്നിട്ട് ഇളക്കണം. പറ്റിയ സമയാ. അങ്ങനെ ചന്ദ്രമതി പിന്നിലൂടെ വന്നിട്ട് സച്ചിയെ വിളിക്കുന്നുണ്ട്. സച്ചി. അപ്പൊ തന്നെ സച്ചി ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്താ മനുഷ്യനെ പേടിപ്പിക്കണോ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? ഞാനൊന്ന് സച്ചിനെ വിളിച്ചപ്പോഴേക്കും നീ പേടിച്ചു പോയോ? ഞാൻ പേടിച്ചൊന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതൊന്നുമല്ല. വെള്ളം എടുക്കാൻ പോയപ്പോ നീ ഇങ്ങനെ ഈ നേരത്തെ ഇവിടെ നിൽക്കുന്ന കണ്ടോണ്ട് വന്നതാ. എന്നാ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വെള്ളം എടുക്കാൻ പൊയ്ക്കൂടെ? അതെ, എനിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടുന്ന സമയം ഇപ്പോ. വെറുതെ ഈ സമയം എന്റെ പ്രഷർ കേട്ടരുത്. എടാ സച്ചി, നിനക്ക് അവളോട് വല്ല ദേഷ്യം ഉണ്ടെന്ന് കരുതി നീ അത് എന്റെ അടുത്ത് തീർക്കരുത്. ഞാൻ പറഞ്ഞോ അവളോട് എനിക്ക് ദേഷ്യം ഉണ്ടെന്ന്? എനിക്ക് അവളോട് ഒരു ദേഷ്യമില്ല. അവൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇപ്പൊ എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രയും പെട്ടെന്ന് മാറും. നിങ്ങൾക്ക് അത് കണ്ട് ആനന്ദിക്കാനൊന്നും നിൽക്കണ്ട. എനിക്കത് കാണുമ്പോൾ എന്താനന്ദം? നിങ്ങൾ തല്ലേ കൊല്ലേ പിരിയെ എന്ത് വേണമെങ്കിലും അയക്കോ. അതിലൊന്നും എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ 2 മക്കളുടെ കാര്യത്തിൽ മാത്രം ഇടപെട്ടാൽ മതി. അവരാ ഞാൻ പറഞ്ഞ വഴിയിലൂടെ നടക്കുന്ന മക്കള്. മതി. ഇനി നിങ്ങളുടെ മക്കളുടെ പോരിശൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ എവിടെന്നെങ്കിലും ദത്തെടുത്തതാണോ? എന്നാൽ സച്ചി പറഞ്ഞത് കേട്ടിട്ട് വളരെ വിഷമത്തോടെയാണ് ചന്ദ്രമതി സച്ചിയുടെ മുഖത്തോട്ട് നോക്കുന്നത്. ആണെങ്കിൽ പറഞ്ഞേക്ക്, നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാവാതെ നിങ്ങളുടെ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഞാനും രേവതിയും അന്ന് ഈ പടി ഇറങ്ങി തരും. എന്റെ സ്വന്തം അച്ഛനും അമ്മയാണെന്നുള്ള അവകാശത്തോണ്ടാ ഞാൻ ഇപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിങ്ങളെ വേണമായിരുന്നു. നിങ്ങൾ എന്നെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ണീന്ന് ഒരിറ്റ് കണ്ണുനീര് വീഴുന്നത് പോലും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്കും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെന്നെ മനസ്സിലാക്കുന്നില്ല. സ്നേഹിക്കുന്നു. നീയാണ് എന്നെ സ്നേഹിക്കുന്നത്. നിന്നെ ഞാൻ പ്രസവിച്ചോന്ന് മാത്രമേ ഉള്ളൂ. നീയെ തെറ്റായ വഴിയിലൂടെയാണ് അന്നും ഇന്നും നടക്കുന്നത്. അതുകൊണ്ട് നിന്നെ എനിക്ക് എന്റെ മകനായി കാണാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളെ 2 പേരും ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ അനുവദിച്ചത്. ഇല്ലായിരുന്നെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ മുത്തശ്ശിയുടെ കൂടെ പോയി ആ കുഗ്രാമത്തിൽ തന്നെ ജീവിച്ചേനെ. അവിടെ നിൽക്കുന്നത് തന്നെ നല്ലത്. അങ്ങനെ ആവുമ്പോ കുറച്ച് മനസമാധാനം കിട്ടും. എന്നാ പിന്നെ പൊക്കിയുടെ നിന്റെ വാലാട്ടിയും കൊണ്ട് എന്തിനാ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഈ കല്ല് പോലുള്ള ഹൃദയം അലിയില്ലെന്ന് എനിക്കറിയാം. ആരുമില്ലാതെ എന്തിനാ ഈ ലോകത്ത് ജീവിക്കുന്നത്? നിങ്ങൾക്കറിയോ, എന്നെ അറിയാവുന്നവർ പോലും എന്നെ കൈവിടുകയാ. ഞാൻ കാരണം എന്റെ കൂട്ടുകാർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ കാരണം അവരും കൂടി പട്ടിണിയാവുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ സ്ഥലത്ത് നിന്ന് കാലി വീഴുന്നേക്കാളും ഭേദം ഈ ടെറസിന് ചാടി ജീവൻ ഒടുക്കുന്നതാ. ജീവൻ ഒടുക്കേ? ഇവനത് എന്തൊക്കെയാ പറയുന്നത്? സച്ചി, എടാ സച്ചി, നിനക്കെന്താടാ വട്ടായോ? അതെ, വട്ടായി. ഒരു മനുഷ്യന് താങ്ങാവുന്നതിലപ്പുറം ഞാനിപ്പോ സഹിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് പറ്റില്ല. ഞാൻ സ്നേഹിക്കുന്നവരെ വരെ എന്നെ വെറുക്കുന്നു എന്നറിയുമ്പോൾ ഞാൻ എന്തിനാ ഈ ലോകത്ത് ജീവിക്കുന്നത്? സത്യങ്ങള് എന്റെ കൂടെ തന്നെ അലിയും. ആർക്കും ഒരു ദോഷവും ഉണ്ടാവില്ല. എടാ സച്ചി, നീ മര്യാദയ്ക്ക് അകത്തോട്ട് വന്ന് ചെന്ന് കിടക്കാൻ നോക്ക്. അവള് നീയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിലേ നമുക്ക് രാവിലെ അതിനെക്കുറിച്ച് സംസാരിക്കാം. വെറുതെ ഓരോന്ന് മനുഷ്യനെ പറഞ്ഞ് പേടിപ്പിക്കാതെ. നിങ്ങളെന്തിനാ പേടിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ആരും അല്ലല്ലോ. നിങ്ങൾ എന്നെ മകനായി കണ്ടിട്ടുമില്ല. അപ്പൊ പിന്നെ ഞാൻ ചത്താൽ എന്ത്, എന്നെ കൊന്നാൽ എന്ത്? എടാ, നീ എന്തിനാ ഇത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കതാ എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹോ? ആര് പറഞ്ഞു നിന്നോട് സ്നേഹം ഉണ്ടെന്ന്? നിനക്ക് ചാവണെങ്കിലേ ഇവിടുന്ന് വേണ്ട, വേറെ എവിടെന്നെങ്കിൽ പോയിട്ട് അയക്കോ. ഇതും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യം പിടിച്ച് ജഗ്ഗു എടുത്ത് താഴോട്ട് പോവാണ് കേട്ടോ. എന്നാൽ ചന്ദ്രമതിയുടെ ആ വാക്ക് കേട്ട സച്ചിക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട് കേട്ടോ. സഹിക്കാൻ പറ്റുന്നില്ല. സച്ചി ഒരുപാട് വിങ്ങി കരയുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ വെള്ളം എടുത്ത് മുറിയിലോട്ട് എത്തുന്നുണ്ട്. അപ്പൊ തന്നെ രവി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ.
ആ ചന്ദ്രേ, നീ ഒരുപാട് നേരമായല്ലോ വെള്ളം എടുക്കാൻ പോയിട്ട്. അത് പിന്നെ ഒന്നുമില്ല, ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കുമായിരുന്നു. ആ എങ്കിൽ പിന്നെ നീ കിടക്കാൻ നോക്ക്, സമയം ഒരുപാടായി, നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ. ശരി രവിയേട്ടാ. എന്തായാലും രവി കിടന്നുറങ്ങുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതി പുതച്ച് കിടന്നുറങ്ങാൻ നോക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതിക്ക് ഉറക്കം കിട്ടുന്നില്ല കേട്ടോ. ചന്ദ്രമതി തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. എന്നിട്ട് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അവളെ എന്റെ മകനെ മനസമാധാനം കെടുത്തുന്നത്. അവൻ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനുണ്ട്. എന്നിട്ടും അവളുടെ വീട്ടിലെ ടെൻഷൻ മുഴുവനും എന്റെ മകനെയും കൂടി ബാധിക്കുക. അവളെ ഞാൻ ശരിയാക്കി കൊടുക്കാം, നേരം വെളുക്കട്ടെ. ആരുടെ കാലിൽ വീഴുന്നതിന് പകരം മരിക്കുന്നത് നല്ലതെന്നാ സച്ചി പറഞ്ഞത്. അപ്പോ അവളുടെ കാലിൽ വീഴുന്ന കാര്യമായിരിക്കും സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യം പിടിച്ച് ഉറങ്ങാൻ കിടക്കാൻ കേട്ടോ. അങ്ങനെ അറിയാതെ ചന്ദ്രമതി ഉറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചി ടെറസിൽ നിൽക്കുന്നതാണ്. എന്റെ പെറ്റ് അമ്മയ്ക്ക് എന്നെ വേണ്ട, നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ട. എല്ലാവരുടെ ഇടയിൽ ഞാനൊരു കുടിയൻ, സത്യസന്ധനല്ലാത്തവൻ. എന്റെ കൂട്ടുകാർ, അവരുടെ കഞ്ഞിയിൽ ഞാൻ പാറ്റിയിട്ടു. രേവതിയാണെങ്കിൽ എന്നെ വെറുത്തു. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് രേവതി എന്നെ അകറ്റിയില്ലേ? അത്രത്തോളം വിഷമം എനിക്ക് വേറെ ഉണ്ടോ? ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ഇതും പറഞ്ഞ് സച്ചി ടെറസിൽ നിന്ന് കയറി താഴോട്ട് ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. ടെറസിൽ കയറി താഴോട്ട് ഒറ്റ ചാട്ടം. ആ സമയത്ത് ഞെട്ടിയാണ് നമ്മുടെ ചന്ദ്രമതി ഉണരുന്നത്. അയ്യോ, ഞാൻ എന്തൊക്കെയാ ഇപ്പൊ കണ്ടത്? അയ്യോ, എന്റെ മോനൊന്നും സംഭവിക്കില്ലേ? ഇതും പറഞ്ഞ് പേടിച്ചാണ് ചന്ദ്രമതി എഴുന്നേൽക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡോറിന്റെ കുറ്റിയൊക്കെ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ആ ഡോറ് വീണ്ടും തുറന്നിട്ട് കിടക്കാണ്ടോ. അവിടെ വെളിച്ചവും കാണുന്നുണ്ട്. സച്ചി മോനെ, ഇതും പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അപ്പൊ സച്ചി ആണെങ്കിൽ ചാടാൻ നിൽക്കുന്ന രൂപത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് സച്ചി കെട്ടിപ്പിടിക്കുന്നുണ്ട് ചന്ദ്രമതി. മോനെ സച്ചി, എന്നെ വിട് മോനെ. നീ മദ്യപിച്ചോ? എന്നെ വിടാനല്ലേ പറഞ്ഞത്? ഞാൻ ഇവിടുന്ന് ചാടട്ടെ? എങ്ങോട്ട് ചാടാൻ? ദേ നോക്കിയേ, നല്ല ഹൈറ്റ് ഇല്ല അമ്മേ. ഇവിടുന്ന് ചാടി ഞാൻ ചാവില്ലേ? അമ്മയ്ക്ക് എന്നെ വേണ്ടല്ലോ. മോനെ സച്ചി, ആര് പറഞ്ഞു എനിക്ക് നിന്നെ വേണ്ടെന്ന്? നീയും എൻ്റെ മകനല്ലേ? അവരെ പോലെ തന്നെയല്ലേ നീ എനിക്ക്? അല്ല, അങ്ങനെയല്ലെന്ന് അമ്മ എന്നോട് ഒരുപാട് തവണ പറഞ്ഞു. എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്, അതുകൊണ്ടല്ലേ എന്നെ മുത്തശ്ശി ഏൽപ്പിച്ചത്. എനിക്ക് ആരുമില്ല, അച്ഛനില്ല, അമ്മയില്ല, ഭാര്യയില്ല, കൂട്ടുകാരില്ല, ആരുമില്ല. ഞാൻ ഒറ്റപ്പെട്ടു അമ്മേ. എല്ലാവരും എന്നെ കാണുന്നത് ഒരു കുടിയനായിട്ടാ. നീ കുടിച്ചിട്ടല്ലേ മോനെ നിന്നെ അങ്ങനെ എല്ലാവരും പറയുന്നത്? നിനക്ക് കുടി നിർത്തിക്കൂടെ? നിർത്തിയല്ല അമ്മേ, എപ്പോഴും ഞാൻ കുടിക്കുന്നുണ്ടോ? എന്നിട്ടും എന്നെ എല്ലാവരും... മോനെ സച്ചി, നീ രേവതിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അമ്മ സോൾവ് ചെയ്യാം. അമ്മ രാവിലെ തന്നെ രേവതിയായിട്ട് സംസാരിച്ചോളാം. മോനിപ്പോൾ വന്ന് കിടക്കാൻ നോക്കിയേ. ദേ, അമ്മയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വേണ്ട അമ്മേ, എന്നെ വേണ്ടാതെ എന്തിനാ അമ്മ എന്നെ ഇങ്ങോട്ട് രക്ഷിക്കാൻ വന്നത്? സച്ചി, ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഒന്ന് വന്നേ. ആ സമയത്താണ് അങ്ങോട്ടേക്ക് രവി വരുന്നത്. ചന്ദ്രേ, ഇതെന്താ നിങ്ങൾ ഇവിടെ ഈ സമയത്ത്? അത് പിന്നെ രവിയേട്ടാ, എന്താ കാര്യം എന്ന് പറ. എന്താടാ സച്ചി നീ ഈ നേരത്തൊക്കെ കുടിക്കുന്നത്? രവിയേട്ടാ, സച്ചി ഇവിടുന്ന് ചാടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എന്തോ ഭാഗ്യത്തിനാ ഞാൻ കണ്ടത്. എന്താ പറഞ്ഞത്? അമ്മേ, വെറുതെ അച്ഛനെ വിഷമിപ്പിക്കാതെ. സച്ചി, ഞാൻ കേട്ടത് നേരാണോ? നീ ഇവിടുത്തെ ചാടാൻ നിൽക്കുമായിരുന്നോ? അച്ഛാ, എനിക്ക് ജീവിതം മടുത്തു അച്ഛാ. ഇത് പറഞ്ഞപ്പോ തന്നെ രവി സച്ചിയുടെ മുഖത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അമ്മയായി ഞങ്ങളോടത് പറയണം. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, ഞങ്ങളോടവൻ പറയണ്ടേ? നീ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തി കാരണോ ഇവന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയത്. രവിയേട്ടാ, ഈ നേരത്തെ എന്നെ കുറ്റപ്പെടുത്താതെ. എന്നാ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് ശ്രീകാന്ത് വർഷം അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛാ, അമ്മേ, ഇതെന്താ നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ? സച്ചിയേട്ടാ മദ്യപിക്കായിരുന്നു? അത് പിന്നെ മോനെ, നിങ്ങൾ പോയി കിടന്നോ. സച്ചിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. അത് ഞങ്ങളോട് അവൻ തുറന്നു പറയാം. നിങ്ങൾ ചെന്ന് കിടക്ക്. അത് പറ്റില്ല അച്ഛാ, എന്തോ പ്രശ്നമുണ്ട്. അപ്പോഴാണ് വർഷം അങ്ങോട്ട് വരുന്നത്. ഇയാൾക്ക് സമയം കാലമൊന്നുമില്ലേ മദ്യപിക്കാൻ? ഏത് നേരത്തും മദ്യം ഇത് തന്നെ ഇയാൾക്ക് വിചാരമുള്ളൂ. ഒരു കുടിയൻ. ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി പറയുന്നുണ്ട്, മിണ്ടാണ്ടിരിക്കും വർഷേ, നീയേ പോയിട്ട് കിടന്നേ. നിനക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ? പിന്നെ സച്ചി ഇനി ആരും ഇവിടെ കുടിയാന്ന് വിളിക്കണ്ട. പിന്നെ കുടിക്കുന്ന ആളെ കുടിയാന്നല്ലേ ആന്റിയെ വിളിക്കുക? അങ്ങനെ വിളിക്കേണ്ടെന്നല്ലേ പറഞ്ഞത്? അത് കേൾക്കാൻ എന്താ വർഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട് മോളെ? അങ്ങനെ വിളിക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ വിളിക്കുന്നതിനനുസരിച്ചാ അവർ വീണ്ടും കുടിക്കുക. അതുകൊണ്ട് മോൾ ചെന്ന് കിടന്നോ. ഞാൻ പോവല്ലേനു. ശ്രീകാതെ, നീ വരുന്നുണ്ടോ? ഞാൻ വന്നോളാം, നീ ചെന്ന് കിടന്നോ. ശരി. ഇനി ഏട്ടന് കാവലിൽ നിൽക്കാനായിട്ട് വേണ്ട. വർഷേ, പോവാൻ നോക്കിയേ. അമ്മ, ഇവിടെ എന്താ ഉണ്ടായത്? അത് ആദ്യം എന്നോടൊന്ന് തുറന്നു പറ. മോനെ, നമ്മുടെ സച്ചിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. അവൻ ഇവിടുന്ന് ചാടാൻ നിൽക്കുമായിരുന്നു അത്രേ. ഏട്ടാ, എന്താ ഏട്ടാ ഇതൊക്കെ? ഏട്ടന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതല്ലേ? പിന്നെന്താ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? ഏട്ടന് വല്ല പൈസയുടെ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഏടാകൂടത്തെ ചെന്ന് ചാടിയോ? എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാലോ. ഏട്ടൻ എന്തിനാ ആരോടൊന്നും പറയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?
ഇവൻ രേവതിയായിട്ട് പിണങ്ങിയിരിക്കുകയല്ലേ എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. രേവതി ചേച്ചിയായിട്ട് പിണങ്ങിയതാണോ? അതൊക്കെ നമുക്ക് നാളെ ശരിയാക്കാം. ഏട്ടൻ ഇപ്പം ചെന്ന് കിടക്ക്. ഇപ്പം അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റിയ സമയമല്ല. ഏട്ടൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് കിടക്ക്. അച്ഛാ, നമുക്ക് നാളെ ഇതേക്കുറിച്ച് സംസാരിക്കാം. അതെ സച്ചി, നീ വന്നേ. വേണ്ടച്ചാ, എല്ലാവരും ഉറങ്ങിക്കോ, ഞാൻ വന്നോളാം. ആ സമയത്ത് ഈ ശബ്ദമൊക്കെ കേട്ടിട്ടാണ് ശ്രുതിയും സുധിയും അങ്ങോട്ട് വരുന്നത്. ഇതെന്താ അമ്മേ, ഇവിടെ വല്ല DJ പ്രോഗ്രാം ഉണ്ടോ? DJ? എടാ, നിനക്ക് കള്ളു കുടിക്കുന്നതും ഉറങ്ങുന്ന ഒരുപോലെയാണല്ലോ. അമ്മ, അതെന്താ അങ്ങനെ? ടെറസിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ശ്രുതി എന്നെ വിളിച്ചോണ്ട് വന്നത്. അമ്മേ, ടെറസിൽ എന്താ വിളിച്ചോക്കെ? എല്ലാവരും അവിടെ ഉണ്ടല്ലോ. ഇപ്പോ വർഷം അങ്ങോട്ട് പോകുന്നതും കണ്ടു. അതൊന്നുമില്ല. ആ സമയത്താണ് അച്ഛനും ശ്രീകാന്തും കൂടി സച്ചിയെ പിടിച്ചോണ്ട് താങ്ങി നിർത്തി വരുന്നത് കേട്ടോ. എന്നാൽ ഇത് കണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഓ, അപ്പൊ സച്ചിയുടെ കുടിയായിരുന്നു ഇവിടുത്തെ കാരണം. സച്ചിക്ക് രാവും പകലൊന്നും ഇല്ല കുടിക്കാൻ. കുടിച്ച് ഇവൻ എങ്ങോട്ടാണാവോ? അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, അവൻ അവന്റെ കാശുകൊണ്ടല്ലേ വാങ്ങി കുടിക്കുന്നത്. അവന് വെറുതെ ഇനി കുടിയാന്ന് വിളിക്കരുത്. അവൻ അവന്റെ ഇഷ്ടത്തിനും അവന്റെ പണത്തോണ്ടാണ് കുടിക്കുന്നത്. ആരെയും ശല്യപ്പെടുത്താൻ അവൻ വരുന്നില്ല. ആരുടെ അടുത്തേക്കും പണം ചോദിച്ചു അവൻ വരുന്നില്ല. എന്നാൽ സച്ചിയെ സപ്പോർട്ട് ചെയ്തുള്ള അമ്മയുടെ ഈ സംസാരം കേട്ടിട്ട് ശ്രുതി ആകെ ഞെട്ടിക്കാട്ടോ. ആന്റി എന്താ ഇങ്ങനെ പറയുന്നേ? പിന്നെ ഇങ്ങനെയല്ലാതെ അവൻ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നോ? അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, അവനെ സ്നേഹമില്ലാത്തവനാ. അതുകൊണ്ടല്ല ആ രേവതിയുടെ അനിയന്റെ കൈ തിരിച്ചൊടിച്ചത്. പിന്നെ ഇവിടെ എന്തൊക്കെ പ്രശ്നം അവൻ കാരണം ഉണ്ടായി. നിർത്തടാ, മതി. എല്ലാം മിണ്ടാതിരിക്കുന്നതേ നിങ്ങളെ ഞാൻ വളർത്തിയതാണല്ലോ എന്ന് ആലോചിച്ചിട്ട് മാത്രമാ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെക്കാൾ സ്നേഹം അവൻക്ക് ഞങ്ങളോടുണ്ട്. അവനെ ഞാനും അദ്ദേഹം വളർത്തിയിട്ടില്ലെങ്കിലും അവൻക്ക് ഞങ്ങളോട് നിങ്ങളെക്കാൾ സ്നേഹമുണ്ട്. അത് ഞാൻ എന്നോ മനസ്സിലാക്കി കളഞ്ഞതാ. എന്നിട്ട് നിങ്ങളെ തലയിലെടുത്ത് വെക്കുന്നതേ അവനേക്കാൾ ലാളനയും സ്നേഹവും നിങ്ങൾക്ക് ഞാൻ തരുന്നതുകൊണ്ടാ. ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. നേരത്തെ ഓഫീസ് പോകേണ്ടതല്ലേ? അതോ ഓഫീസല്ലേ ഇനി വേറെ എവിടെയെങ്കിലാണോ പോകുന്നത്? ഓഫീസിൽ തന്നെ. എന്നാ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഇത് പറഞ്ഞ് ചന്ദ്രമതി അവിടുന്ന് പോകുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി, ഇതിപ്പോ എന്തു പറ്റി ആന്റിക്ക്? എനിക്കൊന്നും അറിയില്ല. ഓക്കെ, ഇനി നല്ല കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. എന്തായാലും ഇതിന്റെ ബാക്കി എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.